ഇന്ത്യ പാക് പോരിനിടെ കുതിച്ചുകയറി സ്വർണ്ണവിലയും രൂപയുടെ വീഴ്ചയും വൻ തിരിച്ചടി പിൻവലിഞ്ഞ് വിദേശ നിക്ഷേപകർ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൂടുതൽ വഷളാകുന്നതിനിടെ സ്വർണ്ണത്തിനു ഗോൾഡ് പ്രൈസ് വീണ്ടും വിലക്കയറ്റം. രാജ്യാന്തര സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പ് പ്രകടമല്ലെങ്കിലും ഘടകവിരുദ്ധമായി ഇന്ത്യയിൽ വില കയറുകയാണ്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ പൊതുവെ സ്വർണ്ണത്തിന് നൽകുന്ന പ്രതിസന്ധിക്കാലത്തെ സുരക്ഷിത നിക്ഷേപം സേഫ് ഹേവൻ ഡിമാൻഡ് ആണ് ഈ വിലവർധനയ്ക്കൊരു കാരണം. കേരളത്തിൽ കേരള ഗോൾഡ് പ്രൈസ് ഗ്രാമിന് ഇന്ന് ഗോൾഡ് റേറ്റ് ടുഡേ 30 രൂപ വർദ്ധിച്ച് വില 9045 രൂപയും പവന് 240 രൂപ ഉയർന്ന് 72,360 രൂപയുമായി. ഇന്നലെയും ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും കൂടിയിരുന്നു. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ MCX ജൂൺ അവധി വില ജൂൺ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ഓൺ MCX 95,381 രൂപയിൽ നിന്നുയർന്ന് 97,323 രൂപയായി. കേരളത്തിൽ 18 കാരറ്റ് ഗോൾഡ് വിലയും വെള്ളിവിലയും സിൽവർ പ്രൈസ് കൂടുകയാണ്. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി. ഗോവിന്ദൻ ചെയർമാനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ AKGSMA നിർണയപ്രകാരം ഇന്നു 18 കാരറ്റ് സ്വർണം ഗ്രാമിന് വില 20 രൂപ ഉയർന്ന് 7,455 രൂപ. വെള്ളിവില ഗ്രാമിന് 1 രൂപ ഉയർത്തി 109 രൂപയാക്കി. അബ്ദുൽ നാസർ വിഭാഗം AKGSMA 18 കാരറ്റ് സ്വർണത്തിന് നൽകിയ വില ഗ്രാമിന് 25 രൂപ ഉയർത്തി 7,425 രൂപ. വെള്ളിക്ക് ഗ്രാമിന് 1 രൂപ വർദ്ധിപ്പിച്ച് 109 രൂപ. അസോസിയേഷനുകൾക്കിടയിൽ സ്വർണ്ണവില നിർണ്ണയം സംബന്ധിച്ച് ഇനിയും സമവായമായിട്ടില്ല. അതാണ് വ്യത്യസ്ത വിലയ്ക്കു കാരണം. ഡോളർ കിതയ്ക്കുന്നു, രൂപയും. ഇന്നലെ ഔൺസിന് $3,309 വിലവാരത്തിലായിരുന്ന രാജ്യാന്തര സ്വർണ്ണവില പിന്നീടൊരു വേള $3,272 വരെ താഴുകയും $3,346 വരെ ഉയരുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവച്ച ആഗോള താരിഫ് യുദ്ധത്തിനുശേഷം ടാരിഫ് വാർ യുഎസുമായി വ്യാപാരക്കരാറിലെത്തുന്ന ആദ്യ രാജ്യമായി UK മാറിയിട്ടുണ്ട്. ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും വൈകാതെ US വ്യാപാരക്കരാറിലെത്തിയേക്കുമെന്നാണ് സൂചനകൾ. ഇതു ആഗോള സാമ്പത്തിക രംഗത്ത് ആശ്വാസം വിതറുന്നുണ്ട്. എന്നാൽ യുഎസിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം, ചർച്ചകൾക്കിടയിലും ചൈനയ്ക്കുമേൽ 80% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടി, യൂറോയും പൗണ്ടും എന്നും ഉൾപ്പെടെ ലോകത്തെ 6 പ്രമുഖ കറൻസികൾക്കെതിരായ US ഡോളർ ഇൻഡെക്സ് വീഴ്ച എന്നിവ സ്വർണ്ണവില കൂടിയേക്കാമെന്ന സൂചനകളും നൽകുന്നു. US ഡോളർ ഇൻഡെക്സ് താഴുകയാണെങ്കിലും ഇന്ത്യൻ റുപ്പി അതുമുതലെടുത്ത് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി കടപ്പത്ര വിപണികളിലേക്കുള്ള വിദേശ നിക്ഷേപം നഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് തിരിച്ചടി. ഇന്നലെ മാത്രം 3,800 കോടി രൂപയുടെ ഇന്ത്യൻ ഓഹരികളാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് വിറ്റൊഴിഞ്ഞത്. സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിച്ചതും 1.10% വീതം നഷ്ടത്തിൽ. നിഫ്റ്റി 265.80 പോയിന്റും സെൻസെക്സ് 880.34 പോയിന്റുമാണ് താഴ്ന്നത്.